പീഡനങ്ങൾ ഉണ്ടാകും, മർദ്ദനങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ മുന്നോട്ടുള്ള വഴി എന്ന് പറയുന്നത് അത്രയധികം എളുപ്പമുള്ള വഴികളാവില്ല. നമുക്കെന്നും മർദ്ദനങ്ങളും പീഡനങ്ങളുമായിരിക്കും. ഒരുപക്ഷെ ഇവിടുത്തെ ഭൗതിക സംവിധാനങ്ങൾ മുഴുവൻ നമുക്കെതിരായിരിക്കും. പക്ഷെ ഉറച്ചു നിൽക്കുക, കരുത്തോട് കൂടിയിട്ട് ഉറച്ചു നിൽക്കുക, ഉജ്ജ്വലമായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ, നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികളെ, ആ വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട്, പ്രതിസന്ധികളെ സാധ്യതകളാക്കി മാറ്റിക്കൊണ്ട്, വെല്ലുവിളികളെ തെറിപ്പിച്ചുകൊണ്ട് പുതിയ സ്ട്രാറ്റജികൾ രൂപപ്പെടുത്തി, പുതിയ വൈവിധ്യങ്ങൾ രൂപപ്പെടുത്തി, പുതിയ മേഖലകളിലേക്ക് ഉജ്ജ്വലമായി കൊണ്ട് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. വംശീയതയെ ചെറുക്കുന്നതോടൊപ്പം ഈ രാജ്യത്ത് നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമത്തിന് നമ്മൾ മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ ആരുടെ മുമ്പിലും പരാജയപ്പെട്ട് നമുക്ക് പോകാൻ പാടില്ല. നമ്മുടെ കയ്യിലുള്ള ഈമാനുണ്ട്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കുന്നത് ഭൗതികമായി കൊണ്ടുള്ള എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ വിമോചനം പറയുന്നതോടൊപ്പം തന്നെ, മനുഷ്യ വിമോചനം പറയുന്നതോടൊപ്പം തന്നെ, മനുഷ്യ നാഗരികതയെ കുറിച്ച് സംസാരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും ആഗ്രഹവും നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഒരു ഇടം തന്നെയാണ്. അങ്ങനെ ഒരു സാൽവേഷനെ കുറിച്ചും ലിബറേഷനെ കുറിച്ചും സാൽവേഷനെ കുറിച്ചും സ്വപ്നങ്ങൾ മെയ്ത് അത് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. നമ്മുടെ പ്രചോദനം രാത്രിയിൽ അന്തിയാമങ്ങളിൽ നാം നമ്മുടെ നാഥനോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. രാത്രിയുടെ അന്തിയാമങ്ങളിലെ പ്രാർത്ഥനയും പകലിലെ പോരാട്ടവും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായി എഴുന്നേറ്റ് നിൽക്കുന്ന, നിശ്ചയദാർഢ്യമുള്ള, പ്രതിസന്ധികളെ മുഴുവൻ വരിഞ്ഞു മുറുകുന്ന പ്രതിസന്ധികളെ മുഴുവൻ മറികടന്ന് അചഞ്ചലമായിട്ട് മുന്നോട്ട് പോകുന്ന, ഏത് വെല്ലുവിളികളെയും സാധ്യതകളാക്കി മാറ്റിക്കളയുന്ന പുതിയ പദ്ധതികളും സ്ട്രാറ്റജികളും രൂപപ്പെടുത്ത് സാമൂഹ്യ ദൗത്യ നിർവഹണത്തിൽ പുതിയ അടയാളങ്ങൾ രൂപപ്പെടുത്തുന്ന സർഗാത്മക യുവജന പ്രസ്ഥാനമായിട്ട്, യുവജനത്തിന്റെ നേതാക്കന്മാരായിട്ട്, പ്രവർത്തകരായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്.